അപ്പൊ നിലവില് അവരൊന്നും ഇല്ലെങ്കിൽ കൂടി അവരുടെ പെർഫോമൻസിനെ പറ്റി സിനിമയിൽ അവരൊക്കെ ചെയ്തേക്കുന്ന പരിപാടി പറ്റിയൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ. ഉറപ്പായിട്ടും ഇതില് കോട്ടയം നസീർക്ക, അസീസ്ക്ക, ബിനു തൃക്കാക്കര, പിന്നെ ഷൈൻ ചേട്ടൻ, മാല ചേച്ചി, ടിനി ടോം, അല്ല അങ്ങനെ അശോകൻ ചേട്ടൻ, എണ്ണ കൊടുക്കാത്ത അത്രയും ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് പേരാണ്. ഞാൻ ഷൈൻ ബ്രോയായിട്ട് നീ ഇതിനു പോയിട്ടുണ്ടാവും ഇല്ല, ഷൈൻ ബ്രോയായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഷൈൻ ബ്രോ എന്ന് പറയുന്ന പ്രൊഫഷണൽ ആളാണ്. ഭയങ്കര എങ്ങനെയൊക്കെ ഓടിക്കളിച്ച് നിങ്ങൾ പുറകെ ഓടി ചാടി നടക്കുന്ന ആളാണെങ്കിലും ലൊക്കേഷനിലെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ ഉണ്ടാവുകയും ഡയലോഗുകൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്ന അതൊരു അത്ഭുതത്തോടെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷൈൻ ബ്രോന്റെ ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നസീർക്ക, കോട്ടയം നസീർക്കനെ ഭയങ്കരമായിട്ട് ലവബിൾ ക്യാരക്ടറാണ്. അസീസിക്കയാണ് ഇതിലൊരു ഞെട്ടിക്കാൻ പോകുന്നത്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ നാളെ തിയേറ്ററിൽ തന്നെ കണ്ടാണ്. അസീസ്ക്ക ഒരു ഞെട്ടിക്കലുണ്ട് ഈ പടത്തിൽ. പുള്ളിയുടെ പടത്തിൽ നന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എല്ലാവരും ഉണ്ട്. അശോകൻ ചേട്ടൻ, മാല ചേച്ചി, അങ്ങനെ ഒരുപാട് താരങ്ങളുള്ളതാണ്. എല്ലാവരെയും ദി ബെസ്റ്റ് പെർഫോമൻസും കൂടി ഉണ്ടാവും ഇൻഡിവിജ്വലി. അതാണ് ആ റൈറ്റിങ്ങിന്റെ ഏറ്റവും വലിയ ഗുണം. എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. എല്ലാവർക്കും ഒരു സീൻ പെർഫോം ചെയ്യാനുണ്ട്. അതാണ് ശുക്രന്റെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം. അതൊരു കഥയാണ്. അതെന്ന് വെച്ചാൽ അതിനൊരു കഥയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ആദ്യത്തെ പേര് ജഡായു എന്നായിരുന്നു. ആദ്യം ഞങ്ങളിലേക്ക് എത്തുമ്പോൾ ഇപ്പം ബിപിനും രാഹുൽ കല്യാണും അനുക്കുട്ടനും പിന്നെ പ്രൊജക്ട് ഡിസൈനറാണ് അദ്ദേഹം. അതിനുശേഷം നമ്മൾ ഓരോ പ്രൊഡ്യൂസേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ പേര് ജഡായു എന്നായിരുന്നു. അതിനുശേഷം മുന്നോട്ട് പോയി വരുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം രാഹുൽ കുറെ കാലമായിട്ട് ഈ സിനിമയിൽ ഗോസ്റ്റ് റൈറ്ററായിട്ട് പോയിട്ടുണ്ട്. കുറച്ച് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആളുടെ പേര് വന്നിട്ടില്ല. ആദ്യമായിട്ട് ഈ സിനിമയിലാണ് അവന്റെ പേര് വരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മൂവി നിൽക്കും അങ്ങനെ നിന്ന സിറ്റുവേഷനിൽ ഒരു ദിവസം ഇവൻ നിന്റെ ശുക്രന്റെ സമയമാണല്ലോ എന്ന് അവന്റെ അച്ഛൻ അമ്മ പറഞ്ഞു. എന്ന് വന്നപ്പോഴത്തേക്കും ഇവന് ആ സമയത്ത് വന്ന ഒരു പേരാണ് അത്. ബിബിയെ വിളിച്ചു പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു, ഭയങ്കര സന്തോഷിച്ചു. അതിനുശേഷം സത്യം പറഞ്ഞ ഈ സിനിമ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ പേരുണ്ടായത്. അതാണ് എന്താണ് നമ്മളെ ചിറകരിഞ്ഞ് വീണ ഒരു പക്ഷിയുടെ പേരും കൂടിയാണല്ലോ. അതും കൂടി നമ്മള് കൂട്ടിയിട്ടാണ് അത് മാറ്റിയത്. പക്ഷെ ജഡായു ഉണ്ട് കേട്ടോ നമ്മുടെ സിനിമയിൽ. ജഡായു ലോറി ആയിട്ടാണ് അവന് അത് ശരിക്കും ജഡായു എന്നുള്ള നെയിം നമ്മുടെ ഒരു ക്യാരക്ടറിലേക്ക് തന്നെ പോയി. ലോറിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്, ഒരു ത്രൂ ഔട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് ആ ജഡായു ഇപ്പോഴും ആ ലോറി ഓടുന്നുണ്ട്, ആ പേര് മാറ്റാതെ തന്നെ. കൂട്ടത്തില് ശുക്രൻ എന്നുള്ള ഒരു പേരിന്റെ ഒരു വണ്ടിയുണ്ട് ഞങ്ങളുടെ ഇതില്. ശുക്രൻ അടിച്ചൊരു വണ്ടിയുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സീൻ എടുക്കാൻ വേണ്ടി വന്ന വണ്ടി പോകുന്ന വഴിക്ക് ലൈറ്റ് ആയിട്ടൊന്ന് ആക്സിഡന്റ് ആയി. ആ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വണ്ടിക്കാർ ഫുൾ പേ ചെയ്ത് ആ വണ്ടി ഇത് ചെയ്ത് കൊടുത്തു, എന്താ പറയുന്നത്, റിപ്പയർ ചെയ്ത് കൊടുത്തു. എന്നുവെച്ചാൽ അയാളെ സംബന്ധിച്ച് ചെറിയൊരു സംഭവിച്ചുള്ളൂ, പക്ഷെ ഫുൾ ടെസ്റ്റിനൊക്കെ ചെയ്ത് ഫണ്ട് ചെയ്ത് കൊടുത്തു. അയാൾ ശുക്രന്റെ പേരിട്ട് ഇപ്പോഴും ഓടിക്കുന്നുണ്ട് ആ വണ്ടി. പടത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ 2 തവണ ലോട്ടറി അടിച്ചു ഞങ്ങളുടെ ക്രൂവില്. ഫസ്റ്റ് ഡേ ഇത് തന്നെ മാർക്കറ്റിംഗ് തന്ത്രം നോക്കിയാലോ. പടം കണ്ടു കഴിഞ്ഞാൽ ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലോട്ടറി ഫസ്റ്റ് ഡേ ലോട്ടറി അടിച്ചു. പ്രൊഡക്ഷനിലെ ചേട്ടൻ 10 lakh അടിച്ചത്. ഒരാളെ തിരസ്കരിച്ചു ശുക്രൻ കാണാതെ. അവരൊരു മോശം വാർത്ത വന്നു. ജഡായി മാറ്റി നന്നായി. ജഡായി എന്താ പറയുക, ഞാൻ എന്റെ മേജർ ലീസ് ഫീനിക്സ് ആയിരുന്നു. പക്ഷി സ്റ്റാർ ആക്കി ഫീനിക്സ്, ജഡായു, കിഴക്കൂടൊരു പക്ഷി ടൈറ്റിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ വെറുതെ ഒരു വന്ന പേരല്ല. ഈ സിനിമയുടെ കഥയുമായിട്ട് നിങ്ങൾ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു ജാതകപ്രകാരമുള്ള ഒരു വിധിയുള്ള ഒരുത്തന്റെ കഥയും കൂടിയാണ്. അതാണ് ശുക്രൻ. പിന്നെ മെയിൻലി അതിനകത്തൊരു സംഭവം ഉണ്ട്. ഈ ജഡായു എന്നുള്ള പേരിൽ ഒരു തെലുങ്ക് പടം വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവര് നമ്മളെ വിളിച്ചിട്ട് താങ്ക്സ് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചും താങ്ക്സ് പറഞ്ഞു പ്രൊഡക്ഷൻ ചെയ്യുന്നു. അങ്ങനെ കൂടെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. ചിരഞ്ജീവി എനിക്ക് പേരറിയില്ല, ആരാന്നറിയില്ല. തള്ളിയല്ല, സീരിയസ്ലി അങ്ങനെ ഒരു വിളി വന്നു. ചിരഞ്ജീവിയുടെ അല്ല, തെലുങ്കിൽ നിന്നൊരു ടീം ഇങ്ങനെ ഓൾ ലാംഗ്വേജിൽ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. ഞാൻ ചിരഞ്ജീവി അറിയില്ല.
എന്തായാലും ആന്ധ്രാപ്രദേശ് ഹിറ്റായി. ലോറി ഈ സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? അതായത് ലോറി ഓടിക്കുന്നുണ്ടോ വീട്ടിൽ? ഇല്ല, ഞാൻ കിളിയാണ്. കിളി എന്ന് പറഞ്ഞാൽ മറ്റേ നസീർക്ക ഓടിക്കുന്ന ഈ പറയുന്ന ജഡായു എന്ന ലോറിയിലെ കിളിയാണ് ഞാൻ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇവരെ അല്ലെ, ഒരുപാട് ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നു ആ ലോറിയിൽ ഇരിക്കാനും പോരാനൊക്കെ. അതൊക്കെ ഈ ആർട്ടിസ്റ്റുകൾ സമ്മതിച്ചു എന്നുള്ളതടുത്താണ് ഞങ്ങളുടെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കോളേജുകളിൽ കയറി ഇറങ്ങിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ചെന്ന സ്ഥലങ്ങളൊക്കെ കണ്ടന്റായി മാറിയതൊക്കെ അങ്ങനെയാണ്. അത് എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി സഹകരിച്ചിട്ടാണ്. ഈ സഹകരണം എന്ന് പറഞ്ഞ പോലെ പ്രൊഡ്യൂസറിനോടാണ്. ഇപ്പൊ ചില സിനിമകളിലൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ച ആളുകൾ പ്രൊമോഷൻ വരുമ്പോൾ താരങ്ങൾ അങ്ങനെ സഹകരിക്കുന്നില്ല. പക്ഷെ ശുക്രന്റെ സമയത്താണെങ്കിൽ എല്ലാ താരങ്ങളായാലും എല്ലാ പരിപാടിക്കും അറ്റൻഡ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കിക്കാറുണ്ട് താരങ്ങളുടെ. നല്ലൊരു ചോദ്യം അത്. അതൊന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഈ സിനിമ എടുക്കാൻ വരുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഞാനൊരു എല്ലാ പ്രൊഡ്യൂസർമാരും ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളൊരു സിനിമ എടുക്കാൻ വരുന്ന നമ്മുടെ ഒരു പാഷൻ കൊണ്ടോ ആഗ്രഹമൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അല്ലാതെ ഒരു വലിയ ബിസിനസ് കണ്ടോണ്ടൊന്നും അല്ല. ഇപ്പോഴത്തെ സിനിമകളുടെ സാമ്പത്തിക മേഖല നിങ്ങൾക്ക് എല്ലാം അറിയാം. കാരണം ഒളിച്ചു പറയുന്ന എല്ലാം ട്രാൻസ്പോർട്ട് പൊക്കി പറയുന്നൊന്നും കാര്യമില്ല. ഈ പൊക്കുന്നൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നത്. പക്ഷെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാൾ അത്രയും സ്ട്രെസ് എടുത്ത് ടെൻഷൻ എടുത്ത് അയാൾ ഇത്രയും ഒരു സന്നാഹം ഈ കുട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊമോഷൻ. അപ്പൊ നിങ്ങളോട് അതാ ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞത്. കാരണം നിങ്ങളുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രൊമോഷൻ നടന്നു പോകുന്നത്. അല്ല നമ്മളിവിടെ നിന്നൊന്നും പരിധികളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ശരിയാണ്, അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഇത് കഴിഞ്ഞാൽ അവരുടെ സിനിമയിൽ ജോയിൻ ചെയ്തെങ്കിലേ അവരുടെ ജോലി അവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റാണ്. പക്ഷേ ഞാനത് ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷനോടും ഇവിടുത്തെ ചേംബറിനോടും ഞാൻ പറയുകയാണ്, ഇതിനൊരു സ്കെഡ്യൂൾ ചെയ്യണം. ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യും. ഇന്നത്തെ കാലത്ത് പ്രൊമോഷൻ അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ ഒരു ബിസിനസ് നടക്കില്ല. അപ്പൊ നമുക്ക് വേറെ ആളെ കൊണ്ടിരുത്താൻ പറ്റും. ഈ ചെയ്ത ആർട്ടിസ്റ്റുകളെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള ഒരു സിനിമയായിരുന്നു. മലയാളികൾ ഏറ്റെടുത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ മറ്റ് സാങ്കേതിക നമ്മുടെ സംഘടനകൾ അത് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രൊമോഷൻ സിനിമയ്ക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണ്ടൊന്നും ഇങ്ങനെ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്രയും വലിയ പ്രൊമോഷന്റെ, ഞാൻ പറയുന്നത് 90s കാര്യം, ഞാൻ പറയുന്നത് 2000 ആവശ്യമില്ലായിരുന്നു. അത്രയും ആൾക്കാർ കാത്തു നിന്ന സിനിമകൾ ഇന്ന് അങ്ങനെയല്ല. സിനിമയ്ക്കുള്ളിൽ തന്നെ സിനിമകൾ കോമ്പറ്റീഷനാണ്. അപ്പോൾ ആൾക്കാരുടെ ഇടയ്ക്കല്ല, സിനിമയ്ക്കുള്ളിൽ തന്നെ. അപ്പൊ ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ പ്രൊമോഷന്റെ ഭാഗത്ത് ആർട്ടിസ്റ്റുകളുടെ സഹകരണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു നിയമപരമായി തന്നെ ഇതൊക്കെ ചെയ്ത് അതൊരു ഇമ്പോർട്ടന്റ് ഏറിയാണത്. പടം എടുത്തു വെച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയോ സിനിമകൾ നമുക്ക് അങ്ങനെയുള്ള പ്രൊമോഷൻ കിട്ടാതെ പരാജയത്തിന്റെ കുഴിയിൽ വീണ് പോയ എത്ര സിനിമകളുണ്ട്. ഒരുപക്ഷെ അവിടെയൊക്കെ കൈപിടിക്കാവുന്നതായിരുന്നു. പക്ഷെ അതുപോലെ സഹകരണ ഇല്ലായ്മയിൽ നമുക്ക്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സിനിമ അങ്ങനെയല്ല കേട്ടോ. ഇവരൊക്കെ രാവും പകലും ഈ ശുക്രൻ സിനിമയുടെ കൂടെ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാൻ ഇതിന്റെ തുടക്കം പോലുള്ള ഒരാളായതുകൊണ്ട് പറഞ്ഞു ഇപ്പോഴും ഇതിന്റെ അവസാന ഈ റീൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവര് നമ്മുടെ തുടക്കം ഈ പ്രൊമോഷന് ഇന്ന് വരെ തിയേറ്ററിലേക്ക് പോകും നമ്മുടെ കൂടെ നിന്നവരെ. ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ, ഒരു സിൻസിയാരിറ്റി മറ്റുള്ളവർ ഏറ്റെടുക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഏൽപ്പിച്ചത് എനിക്ക് ഭയങ്കര എല്ലാവരും നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം രാവിലേട്ടനാണെങ്കിലും മണിക്കുട്ടൻ ചേട്ടനാണെങ്കിലും ഉപയോഗിക്കാണെങ്കിലും ദീപൻ സാറടക്കം, അതും ചെറിയൊരു ക്യാരക്ടർ അല്ല, പടത്തില് അത്രയും നല്ലൊരു ക്യാരക്ടർ തന്നതിനും അതും ഇത്രയും സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു ക്യാരക്ടർ തരാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. സോ ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു മൂവിയുടെ പ്രൊമോഷൻ വാച്ച് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ സീനിയർ ഒരു ആർട്ടിസ്റ്റാണ് പറയുകയായിരുന്നു, അതായത് ഒരു സിനിമയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും വിളിക്കത്തില്ല, ഞങ്ങൾ റേറ്റ് കൂട്ടി അല്ലെങ്കിൽ ഞങ്ങൾ വേറെ സ്റ്റാർട്ടപ്പിലേക്ക് മാറുക, അപ്പം പിന്നെയും പുതിയ ആൾക്കാരെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു പടം ചെയ്ത് 2 പടം ചെയ്തുള്ളവരൊക്കെ ഇപ്പം പലയിടത്തും സിനിമകൾ കാണാതിരിക്കും. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ ഇതിന്റെ റീസൺ എന്താണെന്നുള്ളത് കൊണ്ട് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പുതിയ ആൾക്കാരെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവർ ഇനിഷ്യേഷൻ എടുക്കുന്നതിന് റീസൺ ഉണ്ടല്ലോ, അത് അവര് തപ്പി നടക്കില്ല. കാരണം വെച്ചാൽ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സഹകരണം
അവരുടെ പുതിയൊരാൾ വരുമ്പോൾ അവർ നമ്മളോട് നമ്മുടെ ഷൂട്ടിങ്ങിലായാലും പ്രൊമോഷൻ എല്ലാ കാര്യങ്ങളും സഹകരിക്കും. അപ്പം അത് ഈ ഇൻഡസ്ട്രിയിലുള്ള ആർട്ടിസ്റ്റുകൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഇവിടെ പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കണമല്ലോ. അതിപ്പം കലയിൽ ഇത് സിനിമ ഒരു ആർട്ടും കൂടിയാണ്. ഒരു വെറൈറ്റി ഒരു വ്യത്യസ്ത മുഖങ്ങൾ കാണുമ്പോൾ അതിൻ്റെതായ ഇതും കിട്ടും. ഞാൻ പറഞ്ഞു പോയിടത്തുള്ളൂ. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഈ പുതിയ ആൾക്കാർക്ക് നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് കാരണം പഴയ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരുടെ സഹകരണക്കുറവ് പല മേഖലകളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു മേഖല നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ചിന്തിക്കുന്നു എന്ന് പറയുക. വിളിച്ചിട്ട് ഡേറ്റ് ആയോ ചോദിക്കാറുണ്ട് ഈ സിനിമയ്ക്ക് തന്നെ. ഇപ്പം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മള് ഇൻസ്റ്റാഗ്രാമിന്റെ റീലൊക്കെ കാണുമ്പോൾ തന്നെ ആളുകൾ സ്കിപ്പ് ചെയ്താ പോകുന്നത്. ഒരു സിനിമ എടുക്കാൻ പോലും 2.5 മണിക്കൂർ ആളെ പിടിച്ചിരുത്തി എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ചടങ്ങാണ്. അപ്പൊ ഈ ശുക്രനിലേക്ക് വരുമ്പോ അത് നമ്മള് തിയേറ്ററിൽ എത്രത്തോളം നിങ്ങളെ പിടിച്ചിരുത്തും? 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ സിനിമ അതുകൊണ്ട് തന്നെ 2:10 ഉള്ളൂ. അതൊന്ന്. 2, പടത്തിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സിനിമ എന്നല്ല, ഏത് സിനിമയാണെങ്കിലും. ഇപ്പൊ ദുരന്തരമാണ് ഇപ്പൊ ഏറ്റവും വലിയ ഉദാഹരണം. 3 മണിക്കൂർ 20 മിനിറ്റാണ് അല്ലെ. ആ ബ്രേക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്കൂർ ഏകദേശം നമ്മള് വിവേറിലെ കണ്ടു കഴിഞ്ഞപ്പോ ഇറങ്ങിയപ്പോ അങ്ങനെ പോയി. ഇതിനു മുമ്പ് അനിമൽ എന്ന് പറഞ്ഞ സിനിമ അല്ലെ. അപ്പോ ഈ പറയുന്ന എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ അതെല്ലാം കാണാൻ തയ്യാറാണ്. അതിപ്പോ പുതിയ തലമുറയായാലും അല്ലെങ്കിൽ ജെൻസി പിള്ളേരാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ. അതിൽ ഏറ്റവും വലിയ ഞങ്ങൾക്കൊക്കെ ഭയങ്കര എന്താ പറയുന്ന ഒരു ആത്മവിശ്വാസം കിട്ടിയ സിനിമയാണ് സർവ്വമായ. സർവ്വമായയുടെ വിജയം ഭയങ്കരമായിട്ട്, കാരണം കുടുംബ പ്രേക്ഷകരാണ് കൂടുതൽ ഏറ്റെടുത്തതും. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയ വിജയങ്ങളൊന്നാണ്. കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് വിളിക്കുന്ന സമയത്ത്. ഇടയ്ക്ക് ദിവസം വന്നിരുന്നത് ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് ടെക്നിക്കലി വേറെ ആവശ്യം വന്നു. പിന്നെ ആള് വരാമെന്ന് വരും, നാളെ ചിലപ്പോൾ കാണുമല്ലോ, ചിലപ്പോൾ ഉറപ്പായിട്ടും കാണുമെന്നുള്ള രീതിയിൽ ഒരു ഇത് തന്നിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അവിടുന്ന് ഇറങ്ങുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടും കാരണം അതുകൊണ്ടാണ് വരാത്തതെന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ജോബിനോട് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ നാളെ കാണും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. നോക്കാം. ഈ സിനിമയുടെ പ്രൊമോഷൻ നമ്മൾ കാണുമ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, പുറത്തു നിന്ന് പറഞ്ഞിരുന്നു ഗംഭീരമായിട്ട് പ്രൊമോഷൻ മീഡിയാസും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് വിപിൻ ഇത്രമാത്രം ഒരു സിനിമയെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കൾ ഒരേ സിനിമ ഇറങ്ങുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള യാത്ര ഞങ്ങളെല്ലാ മീഡിയാസും ഒരേപോലെ പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ. ഒരേപോലെ ആ ഒരു അത്തരം ഒരു നിലപാടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് എന്താണ് തോന്നുന്നത്? ആ നമ്മുടെ ഒരു സ്വന്തം സിനിമ, നമ്മൾ ചെയ്ത വർക്ക് എല്ലാവരും കൊണ്ട് കഴിയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി ഞാൻ പറയുകയാണ്. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂവില് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് കിട്ടുന്ന ഓരോ സിനിമയും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. അത്രയും വിലപ്പെട്ടാണെന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടാണ്. അപ്പൊ ഞാൻ ആ പടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലതൊക്കെ നമുക്ക് അതിന് പടം കാണുമ്പോഴേ ചിലത് അറിയായിരിക്കും, ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴേ അറിയായിരിക്കും എങ്ങനെയൊക്കെ. എന്നാൽ പോലും ആ സിനിമയ്ക്ക് വേണ്ടി പരിപൂർണമായിട്ട് കൂടെ നിൽക്കുക എന്നുള്ളത് എനിക്ക് ചെയ്യാനുള്ളൂ. കാരണം ഞാൻ ഇതുവരെ അഭിനയിച്ച, എനിക്ക് തോന്നുന്നു കേരള ടുഡേ എന്ന് പറഞ്ഞിട്ട് മക്ബുലിന്റെ ഒരു പടത്തിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. രാവ് എന്ന് പറഞ്ഞ പടമാണ് രണ്ടാമത്, അജിത് പെലാസിസ്. ഞാൻ എല്ലാ പടം എനിക്ക് തന്ന ഓരോ അവസരം തന്ന ആളുകളെ ഞാൻ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുന്നത്. കാരണം അത്രക്ക് ഇഷ്ടമാണ് ഈ പരിപാടി. അപ്പൊ ഇതെനിക്ക് കിട്ടുന്ന ഈ സിനിമ ആയിക്കോട്ടെ, ഏത് പടം ആയിക്കോട്ടെ. ഇപ്പൊ ഞാനിപ്പോ എല്ലാ പടത്തിനും ഓടിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനോടൊക്കെ ഏത് പടത്തിനോട് ഇപ്പൊ ഞാൻ അമർപ്പുറത്തോണിക്ക് നിന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോ സിനിമയ്ക്ക് നിൽക്കുന്നത്. അതിന് വേർതിരിവില്ല. കാരണം ഓരോ സിനിമയും എനിക്ക് വിലപ്പെട്ടാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ഇരിക്കും. ഇതൊക്കെ അതൊരു മാറ്റം ഉണ്ടാവും. ഈ അഭിനയത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സത്യത്തിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ട് ഇപ്പൊ 1.5 കൊല്ലം. ഒന്ന് നമ്മുടെ ഷാഫി സാറാണ് ഡയറക്റ്റ് ചെയ്യാനിരുന്നത്. അദ്ദേഹം നമ്മളെ വിട്ട് പോയെടുത്താണ് ആ സിനിമ അങ്ങനെ ഒന്ന് ബ്രേക്ക് ആയിപ്പോയി. ഇനി ഈ കൊല്ലം അത് ഇതിന്റെ കഴിഞ്ഞ ഉടനെ അടുത്ത പരിപാടി അതാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സ്ക്രിപ്റ്റ് തന്നെ ഞങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു, റെഡിയാണ്, സംഭവം റെഡിയാണ്. ഈ കൊല്ലം ഉണ്ടാവും ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു പടം. അത് കണക്ട് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നിലവിൽ ഇപ്പം തിയേറ്ററിൽ പൊതുവെ ഒരു സംസാരം സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ മാത്രമാണ് തിയേറ്ററിൽ ഓടുന്ന, അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പാരലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം എക്കോ പോലുള്ള സിനിമകൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ സോ കോൾഡ് പ്രകൃതി പടം എന്നൊക്കെ വേണേൽ പറയാം. ഇത് നിലവിൽ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പം ഒരു ഇപ്പം നാഷണൽ വൈഡ് ആണെങ്കിലും ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പം
ഇത് നിലവിൽ ഇത്ര നാൾ നമ്മൾ കണ്ടിരുന്നതിൽ നിന്ന് ഭയങ്കര ഒരു ഡിഫറൻ്റ് ആണ്. അപ്പം ആസ് എ റൈറ്റർ ആ ഒരു മാറ്റത്തിനെയും അല്ലെങ്കിൽ സ്വയം അപ്പം ക്രിയേറ്റീവിലെയും മാറ്റം ശ്രമിച്ചിട്ടുണ്ട്, അതിനെ എങ്ങനെയാണ് നോക്കുന്നത്? ഉറപ്പായിട്ടും. കാരണം എക്കോ നമ്മളുടെ സിസ്റ്റം മൊത്തം മാറ്റിയ എക്കോ സിസ്റ്റം സിസ്റ്റം മൊത്തം മാറ്റിയ ഒരു സിനിമ തന്നെയാണ് എക്കോ. അത് എങ്ങനെയാണ് ഇപ്പൊ അതൊന്ന് കണ്ടു എന്ന് വിചാരിച്ചു, നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി എടുത്തിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പേപ്പർ പേനിൽ നിന്നിട്ട് ഒന്ന് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അവിടത്തിന് അങ്ങനെ കുറെ കാര്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പുതുമയുടെ തന്നെ പുതിയ മേച്ചിൽപ്പുറമാണ്. അങ്ങനത്തെ സിനിമകളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോണറിൽ വരുന്ന തമാശ പടങ്ങളുണ്ട്. എല്ലാത്തിനും ഇവിടെ സ്പേസ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും അത്രയും ഡിഫറെന്റ് പടം വരുമ്പോഴും സത്യനന്ദിക്കാട് സാറിന്റെ പോലത്തെ സിനിമയാണ് സർവമായ. അതും ഭയങ്കര രസമായിട്ട് ഓടിയതാണ്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഉണ്ടായ ആത്മവിശ്വാസം. അത് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ശരിക്കും നമ്മുടെ ബ്രെയിൻ സ്റ്റോമിങ്, മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും, അത് നടത്തിയതാ എക്കോ. കറക്റ്റ് അല്ലേ മസ്തിഷ്ക പ്രക്ഷാളനം? ഇവൻ ഇംഗ്ലീഷ് സാറാണ്, അതുകൊണ്ട് ചോദിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് എന്ത് റോളും എന്നുവെച്ചാൽ എനിക്ക് തരുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ബാഡ് ബോയ്സിൽ ഞാൻ ഒരു ഹ്യൂമർ അല്ലേ ഫുള്ള് ചെയ്തത്. ഗുമസ്തനിൽ ഞാൻ 10 മിനിറ്റേ ഉള്ളൂ. അത് വളരെ സെന്റിമെന്റ്സ് റോളാണ്. കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ, കൂടുതലിന്റെ സെക്കൻഡ് ഹാഫ് ആണ് ഞാൻ പറയണത്, ഫസ്റ്റ് ഹാഫ് അല്ല. അപൂർവത്രന്മാരും ഫുൾ ഹ്യൂമർ ആയിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം എന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്ന സംഭവമൊന്നുമില്ല, ഒരു കുടുംബത്തിൽ തന്നെയുള്ള എല്ലാവരും ഉള്ളത്. നമ്മൾ പറയുന്ന ജെൻസി എന്ന് പറയുന്നത് കുടുംബത്തിലുള്ളവരല്ലേ അല്ലേ? അതുകൊണ്ടാണ് കുടുംബം എന്ന് പറഞ്ഞത്, കംപ്ലീറ്റ് പാക്കേജ്. ഇതില് ഷുഗറിൽ എന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രയും നാളെ എനിക്ക് ഷുഗർ ഇമ്പോർട്ടന്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഇത്ര നമ്മളൊരു പാറ്റേൺ ഉണ്ട് സിനിമയുടെ. ഒരു ത്രില്ലർ സിനിമകൾ, നല്ല സിനിമകൾ അങ്ങനെയാണ്. അപ്പം എന്റെ വേറൊരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു ശുക്രൻ. ബേസിക്കലി ഇപ്പൊ എന്റെ ഒരു ഫൺ സൈഡ് അല്ലെങ്കിൽ ജോവിയൽ സൈഡ്, അങ്ങനത്തെ ഒരു ആക്ടിങ് ഫോർമാറ്റ് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. അപ്പൊ അതിലൊരു ഫ്രഷ്നസ് എനിക്കും എന്റെ പ്രേക്ഷകർക്ക്, എന്നെ കാണുന്നവർക്കും കിട്ടും. അതുപോലെ ഈ സിനിമയിൽ ഒരു ഫാമിലി എന്റർടൈനർ ആണെങ്കിൽ കൂടിയും അതിനകത്തൊരു ക്ലീഷ പാറ്റേൺ അല്ല ഇത് പുലർത്തിയിരിക്കുന്നത്. അതൊരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിരിക്കും തോന്നുന്നു. എല്ലാവരും ആർട്ടിസ്റ്റ് റെപ്പറ്റീഷൻ എന്നാ പറയുന്നത്, എല്ലാം റെപ്പറ്റീഷനാണ്, പക്ഷെ ഹൗ യു സെർവ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തൊരു എന്താ പറയില്ല, മണിച്ചേട്ടന്റെ ഓഡിയൻസ് ഇല്ലായിരുന്നു, മണിച്ചേട്ടന്റെ ഓഡിയൻസ് ഇല്ലായിരുന്നു അത് കാണുന്നത്. അത്തരം ആഘോഷങ്ങളാക്കുന്നത്, അങ്ങനത്തെ ഇമോഷൻസ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത്, അങ്ങനെ ഒരു സിനിമ ആയിരിക്കും ചിലപ്പോൾ. വാച്ച് ഇറ്റ് ആൻഡ് സീ, അതേ പറയാൻ പറ്റും. അതല്ല, വേറെ ആള് വഴി അറിഞ്ഞാണ്, നമ്മുടെ മീഡിയക്കാര് തന്നെയാണ്. അപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊമോഷനും അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഈ പടത്തിൽ മാത്രമല്ലല്ലോ അവര് കാണുന്ന എല്ലാ പടത്തിലും. അപ്പൊ അവര് തന്നെ പറഞ്ഞു പുള്ളിയുടെ ഒരു പടം ഒന്ന് വിജയിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, ഇവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മീഡിയയിലെ ആളുകൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു ഒരാള്, ചേട്ടാ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചു. അതുപോലെ തന്നെ ആവട്ടെ എല്ലാവരുടെ ആഗ്രഹം പോലെ. എന്ത് തോന്നുന്നു? ഞാൻ ഈ അത് കണ്ടെങ്കിൽ എനിക്ക് സ്ക്രിപ്റ്റ് അറിയാവുന്നതുകൊണ്ട് ഈ പടം നല്ല പടമാണ്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമുള്ളത്. അതിനുള്ള പണിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിന്റെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ നമ്മൾ കേട്ട ഒരാളാണ്. സത്യത്തിൽ ജെനുവിനായിട്ട് ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അതങ്ങനെ പൊക്കോളൂലേ? 100% അല്ലേ? അതല്ലേ മൗത്ത് പബ്ലിസിറ്റി അല്ലേ സിനിമ? ഫിക്ഷൻ ഞാൻ ഇല്ല യഥാർത്ഥ അടിസ്ഥാനം നോക്കിയിട്ടില്ല. രാഹുൽ എന്തെങ്കിലും ഉള്ളിൽ വല്ലതും കിടപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ പുള്ളി സൈക്കോ അവൻ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും തിയേറ്ററിൽ നമ്മൾ എല്ലാവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു മിനിമം, ഒരു ചെയ്യാത്ത കുറ്റത്തിന് പഴികേൽക്കേണ്ടി വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പൊ ഒരുപാട് സിറ്റുവേഷനിൽ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ അതിൽ നിന്നും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോയി വരുന്ന ഒരാളുടെ വിജയമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്.
അതെനിക്ക് ഭയങ്കര, അതാണ് എനിക്ക് കൂടുതൽ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്. രാഹുൽ വന്ന് സബ്ജക്ട് പറയുമ്പോൾ, പിന്നെ അസീസിക്കയുടെ ക്യാരക്ടർ, പിന്നെ ചന്തുവിന്റെ ക്യാരക്ടർ, ഇവരുടെയൊക്കെ ഒരു വേരിയേഷൻ ഉണ്ട് ഈ സിനിമയിൽ. എന്നുവെച്ചാൽ നമ്മള് എന്നുവെച്ചാൽ ഇഷ്ടമുള്ള കുറെ ആക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ബിബി എടുത്ത് ഞാൻ ആദ്യം ബിബി ഈ സബ്ജക്റ്റുമായിട്ട്, രാഹുലും ബിബിയും ഒരുമിച്ചാണ് സബ്ജക്റ്റുമായിട്ട് ഞാനുമായിട്ട് വരുന്നത്. അന്ന് എന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഞാൻ ബിബി എടുത്ത് തന്നെ, ബിബി ബെറ്റർ ഓഫ് ദ, എന്നുവെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള കണ്ടിട്ട് തന്നെ ബെറ്റർ ഓഫ് ദ സിനിമയിൽ ബിബിയുടെ ഒരു സിനിമ ശുക്രനായിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. കാര്യം ബിബിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും, പിന്നെ ചന്തുവിന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ സിനിമയിൽ കണ്ട ചന്തു അല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇനി കാണാൻ പോകുന്നത്. ഒറിജിനൽ ഒരു വേറൊരു വെർഷൻ, നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ടു എൻഡ് വരെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്ലേവർ പോകുന്നുണ്ട് ഈ സിനിമയിൽ. കാര്യം നമുക്ക് ജീവിതത്തിൽ സ്നേഹിക്കാൻ ഒരു പെണ്ണും അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഒരു സുഹൃത്തും, ഇത് രണ്ടും ഒരുമിച്ച് കിട്ടണം. ഇല്ലാതെ ഇത് ഒന്നുകൊണ്ട് മാത്രം ലൈഫ് ഫുൾഫിൽ ആവില്ല. അപ്പം അങ്ങനെ ഒരു മൂവ് ചെയ്ത് പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. തിയേറ്ററിൽ വന്നാൽ ആരും എന്താ പറയുക ഡിസപ്പോയിന്റ് ആവില്ല. ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനിയും കുറച്ച് ഗ്യാപ്പ് കൊടുത്തപ്പോൾ ക്ലൈമാക്സ് പറയും. അല്ല എന്തായാലും ഓക്കെ, നിങ്ങൾ എല്ലാവരും പറയാൻ ഓക്കെ. പക്ഷെ ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ആസ് എൻ ആക്ടർ, ആസ് എ കോ ആക്ടർ, ആസ് എ ഫ്രണ്ട് പറയുകയാണെങ്കിൽ, ബിബിയുടെ ഒരു ഫിൽമോഗ്രഫി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വന്ന വഴി, അത് ഇതുവരെ എത്തിച്ചത്, ക്രിറ്റിസിസംസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതുവരെയുള്ള ബിബിയുടെ പടങ്ങളിലെ പെർഫോമൻസ് വൈസ് കാരിയർ ബെസ്റ്റ്, അത് 100-101 എന്തായാലും. ഇനി നാളെ എന്നെ അങ്ങനെ ഇവരെ ചോദിച്ചോളൂ. ഞാൻ ഉത്തരം പറഞ്ഞിരിക്കുന്നത്.